മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വൈദ്യര് വന്നിങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഉറങ്ങിയിരിക്കും കേട്ടോ. അത്ര നേരം അവർ കണ്ണന് വേണ്ടി രാത്രി മുഴുവൻ മസാജ് ചെയ്തതാണല്ലോ, ഉറങ്ങിയിരിക്കുന്നുണ്ടാവും. പക്ഷെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും എഴുന്നേൽക്കും. അയ്യോ ഞങ്ങൾ എപ്പോഴാണ് ഉറങ്ങിയെന്ന് അറിയില്ല, 2 മണി വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയണം മാർക്കോ. എനിക്കറിയാടോ, 2:30 വരെ നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്നറിയാം, എനിക്കറിയാം എന്ന് പറയണം കേട്ടോ. അതിനുശേഷം കണ്ണനോട് പറയുക, കണ്ണ എല്ലാം ശരിയാവും, ഇന്നലെ പൗർണമി രാത്രിയാണ്, എല്ലാ കാര്യങ്ങളും ശരിയാവും, നീ ഒന്ന് പതുക്കെ തിരിഞ്ഞു കിടക്കാൻ നോക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം കണ്ണൻ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുത്തിട്ട് തിരിഞ്ഞു കിടക്കണം കേട്ടോ. അത് കാണുമ്പോൾ ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കണ്ണ നിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാകും, നീ ഇനി പഴയ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഓടി ചാടി നടക്കാനും നിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ജർമ്മനിയിലോട്ട് പോകാനും മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച് നിനക്ക് നടക്കാനും എല്ലാത്തിനും ഭാഗ്യമുണ്ടാകും, അത് ഉറപ്പായ കാര്യമാണ്. ഏതായാലും കുളിച്ചൊരുങ്ങി നിൻ്റെ ഭാര്യ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അവർ പ്രാർത്ഥിച്ചത് അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, ചിലപ്പോൾ നിനക്ക് ആയിട്ടായിരിക്കും. അത്രയും നല്ലൊരു മഹാലക്ഷ്മിയെ നിനക്ക് കിട്ടിയതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം വൈദ്യര് പോവുകയാണ്. അതേസമയം മേഘനാഥ് ഇങ്ങനെ കണ്ണ് തിരുമ്പി കണ്ണ് കാണാത്ത പോലെ ഇങ്ങനെ കാട്ടുകയാണ് കേട്ടോ. അതേസമയം എനിക്ക് ഭയങ്കര കണ്ണിന് നീറ്റലാണ് എന്നിങ്ങനെ പറയുമ്പോൾ വാമദേവൻ പറയും, എന്തായിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ കണ്ണിന്, എന്തിനാ നീ ഒളിഞ്ഞു നോക്കാൻ പോയത്, അതുകൊണ്ടാണല്ലേ ഈ പ്രശ്നം ഉണ്ടായത് എന്നിങ്ങനെ പറയുന്നു. ഒളിഞ്ഞു നോക്കാൻ പോയപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്, ഇന്നലെ അതികഠിനമായ ചികിത്സയാണ് അവിടെ കണ്ണന് നടന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയും. എന്തിനു കൊള്ളാടാ, അവരുടെ കാര്യത്തിൽ മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ശരിക്കും മഹാലക്ഷ്മിയാണ് അവൾ, അതുകൊണ്ടാണ് കണ്ണൻ്റെ ജീവിതം ഇങ്ങനെയായത്. അവരുടെ പിന്നിൽ നമ്മൾ പോയി കഴിഞ്ഞ് എപ്പോഴും നമുക്ക് ദോഷമാണ് വരുന്നത്. ഇന്നലെ ഇപ്പം ഇതായില്ലേ, അതേപോലെ തന്നെ നിൻ്റെ ഭാര്യയെ കൂടെ കൊണ്ട് നടക്കാൻ നിനക്ക് കഴിയാതെ അവളെയും കൂടി കളഞ്ഞിട്ടിരിക്കുന്നു. ഇനി നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് വാമദേവൻ മേഘനാഥനെ വഴക്ക് പറയും കേട്ടോ. അത് കേൾക്കും മേഘനാഥൻ പറയും, എൻ്റെ അച്ഛനൊന്നും മിണ്ടാതിരിക്കുക, എന്തെന്നെയാണെങ്കിലും ശരി ഞാനിത് വിടില്ല, അങ്ങനെ ഞാൻ ഉറപ്പായ കാര്യമാണ്, എനിക്കത് കണ്ണനെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് മേഘനാഥൻ പറയുകയാണ്. അതിനുശേഷം മാർക്കോയും അനന്തവും കണ്ണനും കൂടി പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അതേസമയം കണ്ണങ്ങനെ പറയണ്ട, എടാ എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കണം എന്നിങ്ങനെ തോന്നുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ, എഴുന്നേറ്റ് നിൽക്കണം തോന്നുന്നു എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ അനന്ത് പറയും, എടാ വൈദ്യര് പറഞ്ഞിരിക്കുക എഴുന്നേൽക്കരുത് എന്നല്ലേ, ഇനിയിപ്പോൾ നിനക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ നീ ഒന്ന് പതുക്കെ എഴുന്നേൽക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണനിങ്ങനെ നിൽക്കുമ്പോൾ കണ്ണൻ കുഴഞ്ഞ് വീഴാൻ പോണ പോലെ പോവുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടായിരിക്കും വൈദ്യര് വരുന്നത് കേട്ടോ. വൈദ്യര് പറയും അവരുടെ സഹായത്തോട് കൂടിയിട്ട് നടക്കുക എന്ന് പറയുന്നു. പിന്നീട് 2 പേരും തോളിൽ കൈയിട്ടിട്ട് കണ്ണൻ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടാണ് സാഗർ വരിക കേട്ടോ. സാഗറെ കണ്ടതും അങ്ങനെ 3 പേരുടെയും മുഖം അങ്ങനെ എന്തോ പോലെ വീണ് കേട്ടോ. അതിനുശേഷം മാർക്കോ പറയും, നീ ഇപ്പോൾ ഇവിടെ കണ്ട കാര്യം പുറത്ത് ആരോടും പറയരുത് കേട്ടോ എന്നിങ്ങനെ പറയണം. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല, കണ്ണൻ സാറിൻ്റെ ഈ മാറ്റം എനിക്ക് ഒരുപാട് സന്തോഷമാണ് എന്നിങ്ങനെ പറയണം. ശരിയാണ്, പക്ഷേ അപ്പുറത്തൊരു കണ്ണ് ഉള്ളവൻ അവിടെയുണ്ട്, അവൻ എഴുന്നേറ്റ് വരില്ല എന്നുള്ള ധൈര്യത്തിൽ മാത്രമാണ് ഞങ്ങളിത് ചെയ്തത് എന്നിങ്ങനെ പറയും കേട്ടോ. അതേസമയം സാഗർ പറയണ്ടില്ല, ഞാൻ ഒരിക്കലും പറയില്ല, കണ്ണൻ സാറും മാഡം മാത്രമേ എന്നെ തിരിച്ചറിയത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയില്ലേ, മാർക്കോ നിനക്ക് എന്നെ അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നീട് കണ്ണൻ വന്നിരിക്കുകയാണ്. പിന്നീട് സാഗറോട് വൈദ്യര് പറയണ്ടേ, ഇവിടെ നടന്ന കാര്യം ഒരു കാരണവശാലും പുറത്തറിയിക്കരുത് എന്ന് പറയും. ഇല്ല, ഞാൻ ഒരിക്കലും അറിയിക്കില്ല എന്നിങ്ങനെ പറയണം. പിന്നീട് മഹാലക്ഷ്മിയും അമ്മയും കൂടി അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഒരാൾക്ക് ഒരു ദോഷവും വരുത്തരുത്, നല്ലത് മാത്രം വരുത്തണേ എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് പൂജാരി പറയുന്നുണ്ട്, മോളുടെ എല്ലാ ആഗ്രഹവും നടക്കും, അത് ഉറപ്പായ കാര്യമാണ്, അമ്മ അവിടെ വന്ന് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം 2 പേരും കൂടി പുറത്ത് പോവുകയാണ്. പിന്നീട് അമ്മയുടെ അടുത്ത് പ്രസാദം കൊടുത്തിട്ട് പറയുക, അമ്മേ ഞാൻ ഒന്നുകൂടെ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് മഹാലക്ഷ്മി ഒന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ തോളിലായ അമ്മ അങ്ങനെ തൊടുകയാണ് കേട്ടോ. മഹാലക്ഷ്മി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ്. പിന്നീട് പറയുകയാണ്, ഞാനിവിടെ വന്നപ്പോഴേ വിചാരിച്ചാണ് അമ്മയൊന്ന് കാണണം എന്ന് വിചാരിച്ചതാണ് പറയുകയാണ്. അമ്മ എപ്പോൾ കാണണം വിചാരിച്ചാലും വരുമല്ലോ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞില്ലേ, എന്താ അമ്മ അങ്ങനെ പറയണത് ചോദിക്കും. മോൾക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് ഉള്ളത്, പൗർണമി രാത്രിയിൽ ഇന്നലെ ഉറക്കം വന്നില്ലല്ലോ, അതിന് കാരണങ്ങളുണ്ട്, മോൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കും, അത് ഉറപ്പാണ്. മോളെ ആരാണോ ശിക്ഷിക്കുന്നത് അവർക്കുള്ള
പിന്നെ പലിശ സഹിതം അവർക്കുള്ളതും കിട്ടും. മോൾക്ക് നല്ല ജീവിതം വരാനാണ്. മോൾക്ക് ഇനി മോനെ സന്തോഷമാണ് വരുന്നത്. എല്ലാ പൂജയും ഭക്ഷണവും എല്ലാം സദ്യയും കഴിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മോൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കണ്ണൻ്റെ കൈ പിടിച്ച് മോൾ നടക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഒരുപാട് പ്രതീക്ഷകൾ നൽകുകയാണ്. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് സന്തോഷമാണ് കേട്ടോ. അമ്മ എന്തോ അറിഞ്ഞിട്ടാണല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇനി മോൾ എന്തായാലും അമ്പലത്തിൽ നിന്ന് നേരെ കണ്ണൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത് ചോദിക്കുക. അതേ അമ്മേ എന്ന് പറയണം. പിന്നീട് മഹാലക്ഷ്മി പറയുകയാണ്, എൻ്റെ അമ്മ പുറത്തുണ്ട്, അമ്മയെ ഇടയ്ക്ക് കാണാറുണ്ട്, ആ അമ്മ ഈ അമ്മയാണോ എന്ന് അറിയണം, അതുകൊണ്ട് അമ്മ ഇവിടെ ഒന്ന് നിൽക്കണം, ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് വരട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാലക്ഷ്മി വിളിക്കാൻ പോവുകയാണ് കേട്ടോ. അതേസമയം ആ അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും.